ചരിത്രപരമായ ഒരു തീരുമാനമാണ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്നതിനിടയിലും ഇന്ത്യയിൽ ഇന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമമടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ചരിത്രമാവുകയാണ്. അതായത് ഇപ്പോഴാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സമ്പൂർണ്ണ പരിഷ്കരണം നിയമവ്യവസ്ഥകളിലടക്കം നടപ്പിലാക്കുന്നത് എന്ന് പറയാം. ബ്രിട്ടീഷുകാരുടെ കാലത്തടക്കം കൊണ്ടുവന്ന പല നിയമങ്ങളും എടുത്ത് കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെടുത്ത് തോട്ടിലെറിഞ്ഞുകൊണ്ട് ഇന്ത്യ സ്വന്തം രീതിയിൽ പുതിയ നിയമങ്ങൾ, ശിക്ഷാ നിയമങ്ങൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. IPCക്ക് പകരമായിട്ട് ഭാരതീയ ന്യായ സംഹിത, CRPCക്ക് പകരമായിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവുമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇന്നു മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും. അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമമെല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും. ഇതിനിടെ പുതിയ ക്രിമിനൽ നിയമം നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മമതാ ബാനർജി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ശക്തമായി ഈ നിലപാടുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അറിഞ്ഞിരിക്കേണ്ട 10 മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. വിവാഹ വാഗ്ദാനം നൽകി തെറ്റിദ്ധരിപ്പിച്ച ശേഷം സ്ത്രീകളെ ഉപേക്ഷിക്കുന്ന കേസുകളിൽ പുതിയ നിയമത്തിൽ ശിക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഇരകൾക്ക് 90 ദിവസത്തിനുള്ളിൽ കേസുകളിലെ പുതിയ വിവരങ്ങൾ ലഭിക്കുവാനുള്ള അർഹതയുണ്ട്. എല്ലാ ആശുപത്രികളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ ഇരയായവർക്ക് സൗജന്യ പ്രഥമ ശുശ്രൂഷയോ ചികിത്സയോ നൽകണം. ക്രിമിനൽ കേസുകളിൽ വിചാരണ അവസാനിച്ച് 45 ദിവസത്തിനുള്ളിൽ തന്നെ വിധികൾ പുറപ്പെടുവിക്കണം. ആദ്യ വാദം കേട്ട് 60 ദിവസത്തിനകം കുറ്റം ചുമത്തണം. സാക്ഷികളുടെ സുരക്ഷയും സഹകരണവും ഉറപ്പിക്കുന്നതിനായി എല്ലാ സംസ്ഥാന സർക്കാരുകളും സാക്ഷി സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കണം. ബലാത്സംഗ കേസുകളിൽ ഇരകളുടെ മൊഴികൾ അവരുടെ രക്ഷിതാവിൻ്റെയോ ബന്ധുവിൻ്റെയോ സാന്നിധ്യത്തിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വേണം രേഖപ്പെടുത്താൻ. 7 ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. നിയമത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളെ പുതിയൊരു അധ്യായത്തിൽ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. ഒരു കുട്ടിയെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ഹീനമായ കുറ്റകൃത്യമായി കണക്കാക്കുന്നു. ഈ കുറ്റത്തിന് കഠിനമായ ശിക്ഷകൾ ഉറപ്പുവരുത്തുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ഉറപ്പ്. FIR, പോലീസ് റിപ്പോർട്ട്, കുറ്റപത്രം, മൊഴികൾ, കുറ്റസമ്മതം, മറ്റ് രേഖകൾ എന്നിവയുടെ പകർപ്പുകൾ 14 ദിവസത്തിനകം ലഭിക്കാൻ പ്രതിക്കും ഇരയ്ക്കും അർഹതയുണ്ട്. കേസ് വാദം കേൾക്കലിൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കാൻ കോടതികൾക്ക് പരമാവധി 2 തവണ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കാൻ അനുവദിക്കും. പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാതെ തന്നെ ഇലക്ട്രോണിക്സ് ആശയവിനിമയത്തിലൂടെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അധികാര പരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും FIR ഫയൽ ചെയ്യാൻ പുതിയ നിയമം വ്യക്തികളെ അനുവദിക്കുന്നുണ്ട്. അറസ്റ്റിലാവുന്ന വ്യക്തിക്ക് അവരുടെ സാഹചര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ അറിയിക്കാൻ അവകാശമുണ്ട്. അതുവഴി അയാൾക്ക് ഉടൻ തന്നെ സഹായം ലഭിക്കും. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പെട്ടെന്ന് തന്നെ അയാളുമായി ബന്ധപ്പെടുന്നതിന് പോലീസ് സ്റ്റേഷനുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും അറസ്റ്റിന്റെ വിശദാംശങ്ങൾ പ്രദർശിപ്പിക്കും. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഫോറൻസിക് വിദഗ്ധർ നിർബന്ധമായും സന്ദർശിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യണം. ലിംഗം എന്നതിന്റെ നിർവചനത്തിൽ ട്രാൻസ്ജെൻഡറുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ ചില കുറ്റകൃത്യങ്ങളിൽ ഇരയുടെ മൊഴികൾ വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ അടിമുടി മാറ്റമാണ്. ഇന്ത്യയിൽ ശക്തമായ നിയമം നടപ്പാക്കപ്പെടാൻ പോകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാറ്റം രാജ്യത്ത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാനും കുറ്റവാളികൾക്ക് ഉചിതമായ ശിക്ഷ എത്രയും വേഗത്തിൽ ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്താനും സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മാറ്റത്തിന് തുടക്കമാകട്ടെ.